തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ലോറൻസ് കോൾബർഗ് ആണ്. സോ ആളുകൾ എങ്ങനെയൊക്കെ മോറൽ റീസണിങ്ങും റൈറ്റ് ആൻഡ് റോങ് എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും എന്നുള്ളതാണ് കോൾബർഗ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ 3 ലെവൽസാണ് മോറൽ ഡെവലപ്മെൻറ്റ് ഉള്ളത്. ഫസ്റ്റ് വൺ പ്രീ കൺവെൻഷനാണ്. സോ അതിനകത്ത് സ്റ്റേജ് 1 ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെൻറ്റ് ഓറിയൻറ്റേഷൻ ആണ്. അതായത് ആളുകളാണെങ്കിൽ റൂൾസ് ഫോളോ ചെയ്യുന്നത് പണിഷ്മെൻറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾസോ അവരുടെ ആക്ഷൻസ് ജഡ്ജ് ചെയ്യപ്പെടുകയും ആ കോൺസിക്വൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു. സോ സെക്കൻഡ് സ്റ്റേജ് ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച് ആണ്. ആളുകൾ അവരുടെ സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് റിവാർഡ്സ് ത്രൂ ആണ് ആക്ട് ചെയ്യുന്നത്. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്താൽ ഞാൻ നിങ്ങളെ തിരിച്ച് ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ ഒരു ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച് കോൺസെപ്റ്റ്. സ്റ്റേജ് 3 ഗുഡ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ആണ്. ആളുകൾ ബാക്കിയുള്ളവർക്ക് ഒരു പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കൊണ്ടുവരികയും അതുപോലെ തന്നെ ഗുഡ് റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. സ്റ്റേജ് 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ ആണ്. ആളുകൾ ലോസ്, റൂൾസ്, ഡ്യൂട്ടീസ് ഒക്കെ ഫോളോ ചെയ്യുകയും അങ്ങനെ സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. അടുത്തത് പോസ്റ്റ് കൺവെൻഷണൽ ലെവലാണ്. അതായത് ലൈക്ക് സോഷ്യൽ കോൺട്രാക്റ്റ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആണ് ഫിഫ്ത്ത് സ്റ്റേജ്. ആളുകൾ മനസ്സിലാക്കും ഈ ലോസ് എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതാണെന്ന്. സ്റ്റേജ് 6 യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. അതായത് മോറൽ ഡിസിഷൻസ്, ജസ്റ്റിസ്, ഇക്വാലിറ്റി, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഒക്കെ ത്രൂ ആണെന്നും അവർ ലോ ആയിട്ട് കോൺഫ്ലിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ ആ മോറൽ ഡിസിഷൻസ് അവർക്ക് ഇഷ്യൂസ് ഉണ്ടാവുന്നു അവർക്ക് മനസ്സിലാവുന്നു.